ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും സോഷ്യൽ സയൻസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ഇംഗ്ലീഷ് മീഡിയം ലേണിംഗ് എക്സലൻസ് റെക്കോർഡ്സിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, ആക്ടിവിറ്റി കാർഡിലെ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ ക്രമത്തിൽ നൽകിയിട്ടുണ്ട്. കൂട്ടുകാർ ടെക്സ്റ്റ് വായിച്ച് ഉത്തരങ്ങൾ ശരിയാണോ എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി ആക്ടിവിറ്റി കാർഡ് പൂർത്തീകരിക്കുക. ഓക്കെ, നമുക്ക് യൂണിറ്റിലേക്ക് പോകാം. യൂണിറ്റ് 1 യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി. വാട്ട് ആർ ദി റീസൺസ് ഫോർ മോസ്റ്റ് പീപ്പിൾ ടു ഫ്ലീ ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു ഇറ്റാലിയൻ സിറ്റീസ്? കൂടുതൽ ജനങ്ങളും കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്തെന്ന് പട്ടികപ്പെടുത്താനാണ്. ഓക്കെ, കംപ്ലീറ്റ് ദ ടേബിൾ. ആൻസർ: ഫസ്റ്റ്, അറ്റാക്ക് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് upheld the rich Greco-Roman tradition. Third, the rich Italian traders were the patrons of art, literature and culture. And last, these traders were keen to preserve the historical and cultural heritage. Okay, ഇതേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. Second activity, analyze the social changes that occurred from the medieval period to the 13th century in Europe and complete the table. പട്ടിക പൂർത്തീകരിക്കാനാകുന്നു. എന്തിൻ്റെ? ഫീച്ചേഴ്സ് ഓഫ് മെഡീവൽ പീരീഡ്, മധ്യകാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ദി ഫൈൻ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ഇൻ ദി മെഡീവൽ പീരീഡ് were centered on religious ideology. Second point, the texts were invariably written in Greek and Latin as these languages were considered elite and scholarly. നെക്സ്റ്റ്, ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദി 13th century. 13ാം നൂറ്റാണ്ടോട് കൂടിയുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഗേവ് വേ ടു റീജിയണൽ ലാംഗ്വേജസ് ലൈക്ക് ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. സെക്കൻഡ് പോയിന്റ്, the writers of this period adopted the life of the common man as the central theme of their works. And last, the literature of this period was no longer confined to religion and philosophy, but gave way to themes that depicted diverse aspects of human life. Okay, ഇതേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ വേർഡ് വീൽ ഇൻക്ലൂഡിംഗ് ദി ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്. നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പദചക്രം പൂർത്തീകരിക്കാനാണ്. ഓക്കെ, ആൻസർ: ഫസ്റ്റ്, റിനൈസൻസ്. സെക്കൻഡ്, ഹ്യൂമാനിസം. നെക്സ്റ്റ്, റിഫോർമേഷൻ. ദ റിനൈസൻസ് ഹാഡ് ട്രമൻഡസ് ഇൻഫ്ലുവൻസ് ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ് ആൻഡ് റിലീജിയൻ. നെക്സ്റ്റ്, promoted reasoning and the spirit of inquiry. Next, development of vernacular languages. Next, interest in exploring the unknown information and the laws of the universe. Next, new inventions during the Industrial Revolution. And last, Industrial Revolution brought about changes in the field of production. Okay. Next activity, identify and writers and their books to complete the album. സാഹിത്യകാരന്മാരും അവരുടെ പുസ്തകങ്ങളും തിരിച്ചറിഞ്ഞ് ആൽബം പൂർത്തീകരിക്കാനാണ്. ഓക്കെ, ഫസ്റ്റ്, റൈറ്റേഴ്സ്, പെട്രാക്ക്, their books Secretum. Second, Dante, their books Divine Comedy. Third, writers Boccaccio, book The Cameron. And fourth, Cervantes, books Don Quixote.
And last, Erasmus. The books In Price of Folly. Okay. Next, identify the artist and their artworks to complete the album. Okay, first, the artist Leonardo da Vinci. Their artwork Mona Lisa. Second, the artist Leonardo da Vinci. Their artwork The Last Supper. Next, the artist Michelangelo. Their work The Last Judgment. Next, the artist Raphael. Their work The School of Athens. Okay. Next, artist Lorenzo Ghiberti. Their works The Door of the Florence Baptisti. And last, the artist Donatello. Their work Getta Milita. Okay. Next, complete the table. Renaissance in science, scientists and inventions. നവോത്ഥാന കാലത്തെ ശാസ്ത്രജ്ഞരും അവരുടെ കണ്ടുപിടുത്തങ്ങളും പട്ടികപ്പെടുത്താനാകുന്നു. ഓക്കെ. ഫസ്റ്റ്, സയൻറ്റിസ്റ്റ് ഗലീലിയോ. ഇൻവെൻഷൻ ടെലസ്കോപ്പ്. സെക്കൻഡ്, സയൻറ്റിസ്റ്റ് കോപ്പർനിക്കസ്. ഇൻവെൻഷൻസ് സോളാർ സിസ്റ്റം തിയറി. തേർഡ്, സയൻറ്റിസ്റ്റ് ജോഹന്നാസ് ഗുട്ടൻബർഗ്. Inventions printing press. Okay. Next, identify the person. Answer Martin Luther. He was the father of Reformation. Okay. Next activity, add details. Religious Reformation. മതനവീകരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർത്തീകരിക്കാനാണ്. ഫസ്റ്റ് പോയിന്റ്, റിഫൈൻമെൻറ്റ് ഇൻ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഡ്യൂറിംഗ് ദി 16th century. സെക്കൻഡ്, റിലീജിയസ് റിഫോർമേഷൻ ബിഗാൻ ഇൻ ജർമ്മനി. തേർഡ്, മാർട്ടിൻ ലൂതർ ഹൂ ലെഡ് ദി റിലീജിയസ് റിഫോംസ്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി, list out the factors that helped and persuaded the Europeans to search for a sea routes. Answer. First, Constantinople was conquered by the Turks. Second, the invention of the compass. Third, the spirit of adventure uncovered unknown routes, oceans and continents. Okay. Next, changes brought about in the field of commerce due to industrial revolution. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി വാണിജ്യ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ ഏതെല്ലാം? ആൻസർ. ഫസ്റ്റ്, drastic changes causes in the field of production. Second, production increased tenfold. Third, production cost decreased. Okay. Next task, find out the answers through map reading. ഭൂപട വായനയിലൂടെ ഉത്തരം കണ്ടെത്താനാകുന്നു. Okay. First question, the continent from which Vasco da Gama started his journey. Answer, Europe. Second, the continent where Vasco da Gama reached. Answer, Asia. Third, the place where Vasco da Gama reached India. Answer, Kappad near Calicut. And last question, which continent did Vasco da Gama voyage around to reach India?
ആൻസർ ആഫ്രിക്ക. ഓക്കെ, ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി കളക്ട് ഡീറ്റെയിൽസ്. അടുത്തത് വിവരങ്ങൾ ശേഖരിക്കാനാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദി പോർച്ചുഗീസ് സെയിലർ ഹൂ റീച്ച്ഡ് കാലിക്കറ്റ് ഇൻ 1948 ഫോർ ട്രേഡ്? ആൻസർ വാസ്കോ ഡ ഗാമ. സെക്കൻഡ്, ഹൂ വാസ് ദി കിങ് ഓഫ് കാലിക്കറ്റ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്? ആൻസർ സമോറിൻ അഥവാ സാമൂതിരി. സാമൂതിരിയായിരുന്നു വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത്. ഓക്കെ, തേർഡ്, ഹൂ വർ ദി അതർ പോർച്ചുഗീസ് സെയിലേഴ്സ് ഹൂ റീച്ച്ഡ് കേരള ഫോർ ട്രേഡ്? ആൻസർ അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. Which were the important trade centers established by the Portuguese in India? ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതെല്ലാം? ആൻസർ ഗോവ ആൻഡ് ഡാമൻ ആൻഡ് ഡ്യൂ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വാട്ട് വർ ദി കൾച്ചറൽ ആൻഡ് അഗ്രികൾച്ചറൽ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദി പോർച്ചുഗീസ്? പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായി കാർഷിക സാംസ്കാരിക മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ഏതൊക്കെ? ഫസ്റ്റ്, കൾച്ചറൽ ചേഞ്ചസ്. ആൻസർ ചവിട്ട് നാടകം. ഓക്കെ, ദ ആർട്ട് ഫോം ചവിട്ട് നാടകം വെർ ദി ഇമ്പാക്റ്റ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. സെക്കൻഡ്, അഗ്രികൾച്ചറൽ ചേഞ്ചസ്. ഫസ്റ്റ്, പൈനാപ്പിൾ, guava, papaya, red chili, cashew, tobacco, etc. were introduced by the Portuguese. Okay? And last question, sixth. Who were the admirals of Zamorin's naval force who fought against the Portuguese? Answer കുഞ്ഞാലി മരക്കാർസ്. ഓക്കെ, ഇതുപോലെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ടാസ്ക്. ഒബ്സർവ് ദി ഔട്ട്ലൈൻ മാപ്പ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. നൽകിയ ഇന്ത്യയുടെ ഭൂപടരേഖ നിരീക്ഷിച്ച് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ വിദേശികൾ ഏതെല്ലാം പ്രദേശങ്ങളാണ് അധീനതയിലാക്കിയത് എന്നാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ്, പോർച്ചുഗീസ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഗോവ ആൻഡ് ഡാമൻ ആൻഡ് ഡ്യൂ. ഓക്കെ, സെക്കൻഡ്, ഡച്ച് ട്രേഡിംഗ് സെൻറ്റേഴ്സ് കൊച്ചി ആൻഡ് കൊല്ലം, സ്റ്റേറ്റ് കേരള. തേർഡ്, ബ്രിട്ടീഷ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് സൂററ്റ്, സ്റ്റേറ്റ് ഗുജറാത്ത്. സെക്കൻഡ്, മദ്രാസ് സ്റ്റേറ്റ് തമിഴ്നാട്. തേർഡ്, കൊൽക്കത്ത സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ. ആൻഡ് ലാസ്റ്റ്, ബോംബെ സ്റ്റേറ്റ് മഹാരാഷ്ട്ര. ആൻഡ് ലാസ്റ്റ്, ഫ്രഞ്ച് ട്രേഡിംഗ് സെൻറ്റേഴ്സ് പോണ്ടിച്ചേരി ആൻഡ് മാഹി, സ്റ്റേറ്റ് പുതുശ്ശേരി. കാരക്കൽ സ്റ്റേറ്റ് തമിഴ്നാട്. ഓക്കെ, ഇതുപോലെ ഫില്ല് ചെയ്യും. നെക്സ്റ്റ് ടാസ്ക്. ഫൈൻഡ് ഔട്ട് ദി ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ. ബംഗാൾ പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ agricultural prosperity and the convenient trade facilities promoted the company to capture power in Bengal. Okay. Second question. Did you see the British occupied territories in the outline map of India given above? If you look at the current map of India,
if you cannot see some of these areas, those areas are now in another country. Which is that country? Okay, answer Bangladesh. Okay, ഇതുപോലെ. Next activity. Compare the above maps and list out the territories conquered by the British through wars and laws. നൽകിയിട്ടുള്ള ഭൂപടരേഖ താരതമ്യം ചെയ്ത് യുദ്ധങ്ങൾ വഴിയും നിയമങ്ങൾ വഴിയും ബ്രിട്ടീഷുകാർ നേടിയെടുത്ത പ്രദേശങ്ങൾ ഏതെല്ലാമെന്ന് പട്ടികപ്പെടുത്താനാണ്. ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽസ്. ദി ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബക്സാർ. annexed territories Bengal. Second, Anglo-Mysore Wars, Malabar and Coorg. Third, Maratha Wars, Maratha. Second, subsidiary alliance to be annexed area. First, Hyderabad, Tanjavur, Indore, etc. And last, Dotin of Labs, Jhansi, Satara, Nagpur, etc. Okay, ഇതുപോലെ പൂർത്തീകരിക്കും. And the last activity, arrange the timeline in the chronological order. ഇന്ത്യയിലെ ചരിത്ര സംഭവങ്ങളുടെ വർഷക്രമം തെറ്റിച്ചാണ് നൽകിയത്. ക്രമപ്പെടുത്തി ടൈം ലൈൻ പൂർത്തീകരിക്കാനാണ്. ഓക്കെ, ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഇയർ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ബക്സാർ, ഇയർ 1764. സെക്കൻഡ്, വാസ്കോ ഡ ഗാമ റീച്ച്ഡ് ഇന്ത്യ 1498. തേർഡ്, ദി ബാറ്റിൽ ഓഫ് കുളച്ചൽ, year 1741. Next, the French reached India for trade, year 1664. Next, the Battle of Plassey, year 1757. And last, the East India Company was formed in London, year 1600. ഓക്കെ, ഇതുപോലെ പൂർത്തീകരിക്കുക. താങ്ക് യു.